ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആടുകൾക്ക് വേണ്ടി ജീവിക്കുന്ന ഇടയനെക്കുറിച്ചാണ്. നല്ല ഇടയനായ ദൈവം. നമ്മളൊക്കെ ഇന്ന് അജഗണങ്ങളായി സങ്കടത്തിലായിരിക്കുമ്പോൾ ദൈവവും സങ്കടപ്പെടുന്നുണ്ടാവാം. നിന്റെ ഓരോ കണ്ണുനീരും ദൈവസന്നിധിയിൽ അനുഗ്രഹമാകുന്ന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. തിരുവിലാവിലെ തിരിച്ചോര ഇന്ന് എൻ്റെ ശുദ്ധീകരണത്തിനായിട്ട് ദാഹിക്കുന്നുണ്ട്. ശുദ്ധീകരണം എനിക്കിന്ന് അനുഗ്രഹമാവട്ടെ എന്നുള്ള ചിന്തയിൽ നമുക്ക് ഈ മണിക്കൂറിനെ മാറ്റിവെക്കാം. ഇടയന് പറ്റിയ അജഗണമായി നാമൊക്കെ മാറുമ്പോഴാണ് നല്ല ഇടയന് നമ്മുടെ ജീവിത സാന്നിധ്യവും ഇടവുമൊക്കെ ഉണ്ടാവുക. ഇന്ന് എൻ്റെ മനോഭാവങ്ങളെയും ചിന്താഗതികളെയുമൊക്കെ തിരുത്തി എവിടെയെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറവുകളും പാളിച്ചകളും അവിശ്വാസവും അശുദ്ധിയുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടെ അവയെ തിരുത്തി നമുക്ക് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് മുന്നേറാം. ലോകമാസകലമുള്ള എല്ലാ ജനതകളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി സഭയുടെ നിക്ഷേപ ഭണ്ഡാരത്തിൽ നിന്നും വിശുദ്ധന്മാരുടെ ക്രിസ്തുവിൻ്റെ നമുക്ക് വേണ്ടിയുള്ള ബലിയർപ്പണത്തിൻ്റെ അനുഗ്രഹമൊക്കെ എല്ലാ പാപങ്ങളെയും കഴുകി ശുദ്ധമാക്കിക്കൊണ്ട് നാമൊക്കെ ഇന്ന് നന്മയുടെ ഒരു ദിനത്തിലാണ് ആയിരിക്കുന്നത്. ഈ നന്മ അനുഗ്രഹമാകുവാൻ നമുക്ക് വീണ്ടും ദൈവത്തോടൊപ്പമാവാം. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളുടെ ഭാവത്തിൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ടുവരാനായിട്ടും നമ്മളെ കേൾക്കുന്ന നമ്മുടെ പിതാവിൻ്റെ വലിയ അനുഗ്രഹങ്ങളും കൃപകളുമൊക്കെ സ്വീകരിക്കുന്നവരായിട്ട് നമുക്ക് മാറുകയും ചെയ്യാം. നല്ല ഇടയൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളാകുവാൻ നമുക്കിന്ന് പരിശ്രമിക്കാം. നമുക്ക് വീട്ടിലായിരിക്കുമ്പോൾ അപ്പൻ, അമ്മ, മക്കള്, കൂടപ്പിറപ്പുകളൊക്കെ സ്വരുമയിലാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ ആ ക്രിസ്തുവിനെ രക്ഷകനാക്കി സ്വീകരിക്കുവാൻ നമ്മുടെ ഭവനത്തിൻ്റെ മുമ്പിലൊരു ലേബലുണ്ടായിരിക്കാം, ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ. അത് ആ വാതിൽപ്പടിയിൽ നിന്നൊക്കെ പറിച്ച് നെറ്റിത്തടങ്ങളിൽ ഒട്ടിക്കുവാനും അത് ഹൃദയത്തിൽ സ്ഥാനമുറപ്പിച്ചുകൊണ്ട് എൻ്റെ ചിന്തയിലൂടെ, ഭാഷയിലൂടെ, സ്വഭാവത്തിലൂടെ, വികാരങ്ങളിലൂടെ, ചെയ്തികളിലൂടെ, നടപ്പിലൂടെ, എടുപ്പിലൂടെയൊക്കെ ക്രിസ്തുവാണ് എന്നിൽ വസിക്കുന്നതെന്നുള്ള ചിന്ത അവരിന് കൊടുക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. കാരുണ്യവാനായ ഈശോ കൂടെ ഉണ്ടാവട്ടെ. നല്ല ഇടയൻ നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നവനാണ്. അവൻ്റെ തിരുവിലാവിലെ തിരിച്ചോരോട് നമ്മുടെ ഈ ചുറ്റുവട്ടങ്ങളിലെ മാലിന്യങ്ങളും രോഗബലഹീന ഒക്കെ ശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തോട് ചേർന്നിരിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.